ഞാനിനി കോളേജിൽ പോകുന്നില്ല. അച്ഛൻ സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഞാൻ സ്വയം മാറിയേ പറ്റൂ. എന്തൊക്കെ പറയുന്നത്? അച്ഛൻ ദുഃഖിക്കരുത്. ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അതേപ്പറ്റി ഇപ്പോൾ സംസാരിച്ചു. ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ആ എളപ്പാട് കല്യാണം കഴിക്കാനും നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ സമ്മതിക്കില്ല. അവൻ മൃഗമാണ്, മൃഗം. എനിക്കറിയാം. പിന്നെ നീ സമ്മതിച്ചു എന്ന് പറഞ്ഞത്? അച്ഛനെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ. പറയൂ അച്ഛാ, അച്ഛൻ കൊലക്കേസിൽ പ്രതിയല്ലേ? അച്ഛന്റെ ജീവൻ അയാളുടെ കയ്യിലല്ലേ? നാളെ അദ്ദേഹം പിണങ്ങിയാൽ അച്ഛൻ ജയിലിൽ പോകില്ലേ? എന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കും. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. എനിക്കെന്റെ അച്ഛനാണ് വലുത്. വേണ്ട മോളെ, ഞാൻ കുറ്റമേറ്റോളാം, മരണശിക്ഷ വരെ ഏറ്റോളാം. എന്നാലും നീ അവന്റെ ഭാര്യയാകരുത്. എനിക്കത് സഹിക്കാനൊക്കില്ല മോളെ, സഹിക്കാനൊക്കില്ല. അച്ഛാ, ഏതായാലും എനിക്കൊരു ഭർത്താവ് വേണം. അത് അദ്ദേഹം തന്നെ ആയിക്കൊള്ളട്ടെ. അച്ഛന് തരാൻ എനിക്കിനി എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. എന്താ സുനന്ദേ? ഞാൻ ഗോപാലനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു സ്വന്തം ചേട്ടനുണ്ടെങ്കിൽ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പറയൂ. അച്ഛൻ കിടപ്പിലാണ്. ബില്ല് മാറിയിട്ടില്ല. എന്റെ വീട് ആകെ തകർന്നു. ഞാൻ അറിഞ്ഞു. എന്റെ വീടിനെ രക്ഷിക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അനിയത്തി? എഞ്ചിനീയർ ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമ്മതിച്ചു. ആ ബന്ധം കൊണ്ട് ഒരുപക്ഷെ എന്റെ കുടുംബം രക്ഷപ്പെട്ടേക്കും. നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമെടുത്തത്? അയാൾ നല്ലവനല്ല. എനിക്കറിയാം. പക്ഷേ അയാൾ വിചാരിച്ചാൽ എന്റെ കുടുംബത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും കഴിയും. എന്തോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്ന വിശ്വസിക്കൂ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അച്ഛനും ചിറ്റമ്മയ്ക്കും തീരെ ഇഷ്ടമില്ല. അവർ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഗോപാലേട്ട, എന്റെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയാൽ എന്നെ സഹായിക്കുമോ? അനിയത്തി, ചിലപ്പോൾ അയാളെ നന്നാക്കിയെടുക്കാൻ നിന്റെ നല്ല മനസ്സിന് കഴിഞ്ഞേക്കാം. നിനക്കൊന്ന് വിശ്വസിക്കാം. നീ എനിക്ക് എന്റെ സരോജിനിയെ പോലെയാണ്. എന്റെ സഹായം നിനക്ക് ആവശ്യമുള്ളപ്പോ അത് തീർച്ചയായും ഉണ്ടാവും. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ വിവാഹത്തിന് ആരെയും ക്ഷണിക്കുന്നില്ല. പക്ഷേ ചേട്ടനോട് വിവരം പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. അച്ഛന്റെ ഒരേ ഒരു മകളാണ് ഞാൻ. അച്ഛന്റെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ വിവാഹം നടത്താനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. ചേടാ, ഒരു വശം തളർന്നു കിടക്കുന്ന അച്ഛനെ കെട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് പോവാ. 2 ദിവസം കഴിഞ്ഞ് വരാം. പാടി. ഞാൻ പോട്ടെ അച്ഛാ. അച്ഛാ, ഞാൻ പാല്. നോ, പാലിനേക്കാൾ വിസ്കിയാണ് എനിക്ക് പ്രിയ. അതവിടെ വെച്ചേക്ക്. ഇവിടെ ഇരിക്കാൻ. നിനക്ക് എന്തിനാടി ഈ സാരി? വാടി ഇവിടെ. ഇവിടെ വാടി. എന്താടി, വിസ്കിയുടെ മണം നിനക്ക് പിടിച്ചില്ലേ?
നിന്റെ ആ കോളേജ് കാമുകനില്ലേ, ആ പിച്ചക്കാരൻ ചെറുക്കൻ, അവൻ കുടിക്കില്ലായിരുന്നു? നിന്റെ നേതാവ് ഗോപാലൻ പട്ടച്ചാരയമല്ലടി മുങ്ങുന്നത്? പറയടി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ആ, അന്ന് നീ കാറിൽ വെച്ച് എന്റെ ഏത് കവിളിലാ അടിച്ചത്? ഓർമ്മയില്ലേ? ഈ കവിളി. ഇവിടെ ഒരു ഉമ്മ വയ്ക്ക്. ഇവനാരടാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? യെസ്, എഞ്ചിനീയർ ദാസ് ഹിയർ. ഓഹോ ഓഹോ, ആ ശരി. കിടക്ക് കിടക്ക്. നീ എഴുന്നേറ്റോ? ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചതാരാണെന്നറിയാം? നിന്റെ ചിറ്റമ്മ. രാത്രി നിന്റെ അച്ഛൻ ചത്തുപോയെന്ന്. കളന്ന് കിടന്ന് മനുഷ്യൻ മെനക്കെടുത്താതെ നേരത്തെ ചത്തത് ഭാഗ്യം. ആ, നീ വേണമെങ്കിൽ പോയിക്കോ. എനിക്കല്പം ജോലിയുണ്ട്, ഞാൻ വരുന്നില്ല. അയ്യോ, നാണപ്പനോ, നീ എന്താ ഇങ്ങ് പോന്നത്? പൊന്നമ്മ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോന്നു. ആ പൊന്നമ്മ അവളിവിടെ ഇല്ല. ഇല്ലേ? നീ വരത്തില്ല എന്ന് വിചാരിച്ച അവളെ അമ്മ വന്ന് അവളെ വിളിച്ചോണ്ട് പോയി. അമ്മയോ? അമ്മയല്ല, അച്ഛൻ. ഏതച്ഛൻ? അച്ഛനല്ല, അമ്മാച്ചൻ. ഞാനറിയാത്ത ഏത് അമ്മാച്ചൻ? അമ്പലകുന്നത്ത് അവക്കൊരു അമ്മാച്ചനുണ്ട്. അവളെവിടെ? ഞാൻ പറയാം. കണ്ടാക്കത്തെ ചത്തതുകൊണ്ട് നീ വരത്തില്ല എന്ന് വിചാരിച്ചു. എഞ്ചിനീയർ അതെ അവളെ വിളിപ്പിച്ചു. പോയോ? ഞാനാ അവളെ അവിടെ കൊണ്ടാക്കിയത്. കല്യാണം കഴിഞ്ഞാലും സാറിന് വിടില്ലല്ലോ. പാമ്പും പഴയതാണ് നല്ലത്. സുനന്ദയെ കല്യാണം കഴിച്ചത് ഒരു വാശി തീർക്കാനാ, അത് കഴിഞ്ഞു. കിളവൻ കാലിയായല്ലോ. ഇനിയിപ്പൊ സാറിന് ഭാര്യയോട് അവിടെ താമസിക്കാമല്ലോ. ഭാര്യ ഏത് ഭാര്യ വന്നാലും നിന്നെ ഞാൻ വിടില്ലടി. കടിച്ചു 2 ദിവസമായിട്ട് നിന്നെ കാണാതെ ഞാൻ കിറുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. നാളെപ്പച്ചെണ്ണെങ്ങാനും അറിഞ്ഞാ എന്നെ കൊന്നുകളയും. പിന്നെ ആ പുളുന്താനൊന്നും ഇവിടെ എങ്ങും വരാൻ പോകുന്നില്ലടി. മുതലാളി മരിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കും. എന്നെ വെളുപ്പിനെ ഉടനെ. പിന്നെന്താ, നീ ആ ബ്ലൗസ് കഴിക്കേ. സാറേ, സാറേ. ആരാത്? ഞാനാ, കംസൻകുട്ടൻ പിള്ള. സാറിന് തിരുവനന്തപുരത്ത് നിന്നൊരു കമ്പി വന്നിട്ടുണ്ട്. കമ്പിയോ? നീ പോയാ കഥ തുറക്ക്. അല്ല, ആണപ്പൻ. നിന്നെ തല്ലിയാൽ എന്റെ കൈ മാറും, അതുകൊണ്ട് തല്ലുന്നില്ല. സാറേ, എത്ര കാലമായി ഈ അക്രമ തുടങ്ങിയിട്ട്? നിങ്ങളൊക്കെ മാന്യന്മാരായതുകൊണ്ട് ആരുടെ പാത്രത്തിൽ വേണമെങ്കിലും കൈയിട്ട് വരാമല്ലോ. സാർ ഇവളോട് പറഞ്ഞതുപോലെ നാണപ്പൻ പുളുന്താനൊന്നുമല്ല കേട്ടോ. ഈ വിഴുപ്പ് കെട്ട് സാറ് എന്നെ ചുമന്നു.
സാറിന്റെ സഹായമില്ലാതെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. ആണുങ്ങളെ പോലെ ഇവിടെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ. ശീലാവതി, ഗുഡ് ബൈ. ഇനി ജോലി ചെയ്ത് ജീവിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? വളരെ സന്തോഷം. ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ? എന്റെ പൊന്നു സാറേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പണി അറിയില്ല. ഇത് അറിയാനൊന്നുമില്ലടാ. 10 ദിവസം നീ ഞങ്ങളോട് നിൽക്കുമ്പോ താനേ പണി പഠിച്ചു മിടുക്കനാകും. നാളെ ഇന്ന് തന്നെ ഏതെങ്കിലും ഒരു യൂണിയനിൽ ചേരണം. ഞാൻ ഇന്ന് തന്നെ എല്ലാ യൂണിയനിലും ചേർന്നേക്കാമേ. എല്ലാത്തിലും കൂടെ വേണ്ട, ഏതെങ്കിലും ഒരു വള്ളത്തിലെ യാത്ര ചെയ്യാൻ പറ്റൂ. ഏതായാലും നമ്മൾ എല്ലാ യൂണിയനും കൂടി ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുകയല്ലേ. നാണപ്പൻ ജോലി ചെയ്യുന്നതിനിടയിൽ ഓരോ യൂണിയനെ പറ്റിയും പഠിക്കട്ടെ. എന്നിട്ട് അവൻ ഇഷ്ടമുള്ള ചേരട്ടെ. എന്താ ബാബ? അത് മതി. നാണപ്പ, ഈ ഡാമിന്റെ ജോലി ഞങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി ടെൻഡർ കൊടുത്തിരിക്കുക. അത് പാസ്സാവും. പിന്നെ നിനക്ക് ജോലിക്ക് ഒരു വിഷമവുമില്ല. ഏതായാലും ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ ഒരുവനാ. നമസ്കാരം. കോൺട്രാക്ടർമാർ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. സാറേ, മണി 10 കഴിഞ്ഞു. ടെൻഡർ പൊട്ടിക്കാമല്ലോ. രാമകൃഷ്ണനാരെ, ഇന്നത്തെ സഭയിൽ ടെൻഡറൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല സർ. എന്നാ നമുക്ക് ആരംഭിക്കാം. സൂര്യ കൺസ്ട്രക്ഷൻ കമ്പനി 30 ലക്ഷം രൂപ. പുളിങ്കുന്നിൽ ആന്റണി ജോൺ 31 ലക്ഷം രൂപ. ഏഷ്യ കൺസ്ട്രക്ഷൻ കമ്പനി 33 ലക്ഷം രൂപ. നമസ്കാരം സർ. നമസ്കാരം. എന്താ എല്ലാവരും കൂടെ? സാർ, ഈ വർക്ക് തൊഴിലാളി സഹകരണ സംഘത്തെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ PWD മിനിസ്റ്റർക്ക് ഒരു അപേക്ഷ അയച്ചിട്ടുണ്ട്. അതിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമേ ഈ ടെൻഡർ ഉറപ്പിക്കാം. PWD മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി അന്വേഷിക്കണം. ഞാൻ സംസാരിക്കുന്നത് എഞ്ചിനീയറോടാണ്. വകുപ്പ് മന്ത്രിയുടെ കീഴിലൊരു ഉദ്യോഗസ്ഥനാണ് എഞ്ചിനീയർ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്കിപ്പോ എന്ത് വേണം? ഞങ്ങളുടെ അപേക്ഷയുടെ വിവരം അറിയാതെ ഈ ടെൻഡർ ഉറപ്പിക്കാൻ പാടില്ല. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാനത്തെ സമയം ഇന്ന് 10 മണിയായി. അത് കഴിഞ്ഞു. ഇതിനകം വന്നിട്ടുള്ള ടെൻഡറുകളിൽ നിന്നും അർഹതയുണ്ടോ ഞാൻ തിരഞ്ഞെടുത്ത് ഉറപ്പിക്കും. എന്റെ ജോലി തടസ്സപ്പെടുത്താൻ നിങ്ങൾ പോകണം എവിടെ നിന്ന്? യെസ്, എഞ്ചിനീയർ ദാസ് ഹിയർ. യെസ് സർ. ശരി സാർ. സാർ അത് ശരി സാർ. ഇരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കാര്യം പറയണം. മിസ്റ്റർ ഗോപാലൻ, ഈ വർക്ക് നിങ്ങളുടെ തൊഴിലാളി സഹകരണ സംഘത്തിന് വിട്ടുവരാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഈ വിവരമാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. സുനന്ദേ, ഇത് എഞ്ചിനീയർ മിസ്റ്റർ ദാസിന്റെ വീടല്ലേ? അതെ, അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഐ സി. ഞാൻ അദ്ദേഹത്തെ കാണാമെന്നാണ്. നീ പഴയ കാമുകി അന്വേഷിച്ചു വന്നതായിരിക്കും. പക്ഷെ പണ്ടത്തെ പോലെ കഴുത്തിൽ കൈയിടാനും പ്രേമിക്കാനും ഒന്നും ഇവിടെ സൗകര്യപ്പെടുകയില്ല. നീ എന്തിനാണ് വിങ്ങിപ്പൊട്ടുന്നത്? ഓ, പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. ഇവളിപ്പോൾ എന്റെ ഭാര്യയാണ്. പോരെങ്കിൽ ഗർഭിണിയും. ഇവളോട് നിനക്ക് ഇപ്പോഴും പ്രേമമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു തരാം. മിസ്റ്റർ ദാസ്, ആക്ഷേപിച്ചു തീർന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണാനല്ല വന്നത്, നിങ്ങളെ കാണാനാണ്. എന്നെ കാണാൻ? എന്തിന്? ഗവൺമെന്റിൽ നിന്നും ചുമതലപ്പെടുത്തിയിരിക്കുന്നുകൊണ്ട്. തൊഴിലാളി സഹകരണ സംഘം അപേക്ഷിച്ചനുസരിച്ച് അവരുടെ വർക്ക് സൂപ്പർവിഷൻ വന്ന എഞ്ചിനീയറാണ് ഞാൻ.
ബന്ധപ്പെട്ട ഫയലുകളെല്ലാം എന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ ഞാൻ പ്യൂണിനെ അയക്കാം. പ്ലീസ് സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾക്ക് തരാൻ ചീഫ് എഞ്ചിനീയർ തന്നയച്ചതാണ്. എന്ത്? എനിക്ക് സസ്പെൻഷനോ? അങ്ങനെ വരട്ടെയൊന്നും പൊന്നമ്മ പോവില്ല സാറേ. ഒന്ന് പതുക്കെ പറയണേ. ഞാൻ എന്ത് വേണം? എന്നിട്ട് വേണം. സാറിന്റെ അപ്പുറം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാര്യസാധ്യത്തിനായിരുന്നു. സാറ് കാരണം എന്റെ കുടുംബജീവിതം നശിച്ചു. നല്ലവനായ ഭർത്താവ് പിണങ്ങിപ്പോയി. അത് ഞാൻ കാരണക്കാരൻ. പിന്നല്ലാതെ ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എനിക്ക് തരാമെന്ന് പറഞ്ഞ് തന്നേക്കണം. ഞാൻ എവിടെയും പോയി ജീവിച്ചോളാം. തരാനുള്ളത് അതെല്ലാം തന്നു കഴിഞ്ഞു. സാറിന് 25,000 രൂപ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ആ ബോംബ് കേസിലെ പ്രധാന ആൾ സാറാണെന്നും വാസുകുട്ടൻപിള്ള അതിലൊരു കയ്യാള് മാത്രമാണെന്നുള്ള സത്യം ഞാൻ പോലീസിൽ തുറന്നു പറയും. മണ്ടി, നീ ഇത്രയ്ക്കേ ഉള്ളോ? നിന്റെ ചൂടൊന്ന് കാണാൻ വേണ്ടി ഞാൻ വെറുതെ വിരട്ടി നോക്കിയതല്ലേ? നോക്ക്, നല്ലൊരു വീടെടുത്ത് നിന്നെ ഞാൻ അവിടെ താമസിപ്പിക്കും. എന്റെ ഭാര്യയുടെ പേരിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പാതി പാർട്ണർഷിപ്പും ഞാൻ തരും. ഇപ്പൊ കോൺട്രാക്ട് ഒക്കെ തൊഴിലാളി യൂണിയൻകാരിൽ ഏറ്റെടുത്ത് നടത്തുന്നത്. അത് എവിടെ ശരിപ്പെടാനടി? ഒരു പോക്ക് പോകും. ഏതായാലും ഈ പറഞ്ഞൊക്കെ വേഗം ചെയ്തു തരണം. റെഡി. കമ്പനി കാര്യം ഉടനെ ഞാൻ ശരിയാക്കി തരാം. അപ്പൊ പിന്നെ വീടിന്റെ കാര്യം അതൊക്കെ പറയാം. നീ വാ. ആ